ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രേഷ്മാസ് എംബ്രോയ്ഡറി വ്ളോഗ്സിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കട്ട് വർക്കാണ്. നമ്മുടെ ഒരു സാരിയിൽ നമ്മൾ കട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു ഡിസൈൻ കാണിക്കുന്നുണ്ട്. ചെറിയൊരു ഡിസൈനാണ്, ചെറുതല്ല, അത്യാവശ്യം വലുതാണ്, നീളമുള്ളതാണ്. ആ ഡിസൈൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ സാരി കട്ട് വർക്ക് എല്ലാം ചെയ്തതിന് ശേഷമുള്ള ഒരു ഭംഗി അതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, നമ്മുടെ കട്ട് വർക്ക് സാരിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന വ്യൂവേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ് ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കട്ട് വർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ സാരി കട്ട് വർക്ക് ചെയ്തതിന് ശേഷമുള്ള സാരിയും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, കട്ട് വർക്കിൽ നമ്മൾ ആദ്യം ചെയ്തത് നമ്മളുടെ ആ വരച്ചേക്കുന്ന ഡിസൈനിൽ കൂടെ നമ്മുടെ ടോയിൻ വെച്ച് ആദ്യം ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ ഡിസൈനിനനുസരിച്ച് ആ ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യുക. ഡിസൈൻ മുഴുവനായിട്ട് നമ്മൾ ആ ഷേപ്പിൽ ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് തയ്ച്ച് തുടങ്ങാം. എങ്ങനെയാണ് തയ്ക്കുക എന്ന് നമുക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമുക്ക് തയ്ക്കാനുള്ള ഭാഗം നമ്മൾ ആദ്യമേ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ടൈം കട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ടോയിൻ എങ്ങോട്ടൊക്കെയാണ് നമുക്ക് ഓടിക്കാനുള്ള ആ ഭാഗം ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തിട്ടാണ് ടോയിൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ മെഷീൻ എംബ്രോയ്ഡറിയിൽ നമ്മൾ ആദ്യമേ വർക്ക് ചെയ്തു ഇതുണ്ടാക്കിയതിന് ശേഷം കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് ശേഷം നമ്മളിങ്ങനെ തയ്ച്ച് കൊടുക്കും. നമ്മൾ ടോയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് അതിനകത്ത് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശേഷം നമ്മൾ വർക്ക് ചെയ്യുക. തയ്ക്കേണ്ട ഭാഗം നമ്മൾ പിന്നെയും കട്ട് ചെയ്ത് കുറേശ്ശെ കട്ട് ചെയ്തെടുത്ത് ടോയിൻ ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് ടോയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. വളരെ പാടാണ് നമുക്ക് കട്ട് വർക്ക് പഠിച്ചെടുക്കുന്നത്. നല്ല ശ്രദ്ധയും കാര്യങ്ങളും എല്ലാം വേണം. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ മെഷീൻ ബാലൻസിങ്. നമുക്ക് മെഷീൻ ബാലൻസ് ചെയ്യാം. ഒരു ടോയിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് നമ്മൾ നൂല് ഇട്ട് തയ്ച്ച് പോകുന്നത്. അപ്പം അത് നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ മെഷീൻ നമുക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ നമ്മളാണ്.
ആദ്യം നമ്മൾ ടോയിൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മേളിൽ കൂടെ തന്നെ നമ്മൾ തയ്ച്ച് ഫില്ല് ചെയ്ത പോലെ ചെയ്തിട്ട് നമ്മൾ തയ്ച്ചത് ഫില്ല് ചെയ്താണ് പോകുന്നത്. എല്ലാം വളരെ ശ്രദ്ധയോടെ ഇവിടെ ചെയ്യേണ്ട കാര്യമാണ് കട്ട് വർക്ക്. അപ്പോൾ നമ്മുടെ കട്ട് വർക്കിൻ്റെ ഡിസൈന് ഏകദേശം കംപ്ലീറ്റായി. നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. സൈഡ് വശം എല്ലാം അടിച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഈ ഡിസൈൻ ഫിനിഷ് ആവാറായി. ഈ സാരി ഫുള്ളായിട്ട് ഞാൻ മുഴുവൻ ഡിസൈനും കഴിഞ്ഞതിന് ശേഷം ഈ സാരി ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ സാരി സെയിലിൽ വെക്കാനാണ് കേട്ടോ. ഈ സാരിയുടെ മുഴുവൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ഈ സാരി ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞു. നമ്മൾ ടോയിന് വെട്ടിയെടുക്കുകയാണ്. ടോയിൻ വെട്ടിയെടുത്തു. അവിടെയും കൂടെ ഒന്ന് അടിച്ചിടും. ഇങ്ങനെയാണ് ഡിസൈൻ്റെ ലുക്ക്. സാരി ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫുള്ളായിട്ട് തീർന്നു കഴിയുമ്പോഴത്തേന് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ വർക്ക് ചെയ്ത സാരി. ഇത് നമ്മൾ ഒരു ഡാർക്ക് പിങ്ക് കളറിലെ ചെക്കോട്ട സാരിയാണ്. ഇതിനകത്താണ് നമ്മൾ വൈറ്റ് കളറിലെ കട്ട് വർക്ക് ടോയിൻ വെച്ച് കട്ട് വർക്ക് നൂല് വെച്ചാണ് കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം മുന്താണി കാണിച്ചു തരാം. മുന്താണിയുടെ 2 കോർണറിലും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 2 വശത്തും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മുന്താണിയിൽ ഇതാ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഇതാ ഇങ്ങനെ മുന്താണിയുടെ 2 കോർണറിലും ഇങ്ങനെ ആണ് ഡിസൈൻ വരുന്നത്. ഏകദേശം ഒരു എൽ ഷേപ്പ് പോലെ ആണ് ഡിസൈൻ കൊടുത്തേക്കുന്നത്. 2 കോർണറിലും നമ്മൾ മുന്താണിയിലെ 2 കോർണറിലും നമ്മൾ അത് സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരേപോലെ തന്നെയാണ് 2 വശത്തും കൊടുത്തേക്കുന്നത്. പിന്നെ മുന്താണി ഫുള്ളായിട്ട് നമ്മൾ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോയിൻ കട്ട് വർക്ക് ടോയിൻ കൊണ്ട് തന്നെ നമ്മൾ മുന്താണിയുടെ ഫുള്ളും നമ്മൾ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഈ സാരിയിൽ നമ്മൾ അടുത്ത ഡിസൈൻ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ടാണ്. മുന്താണിയിൽ നിന്ന് വരുമ്പോഴത്തേക്കിന് അടുത്തത് നമ്മൾ ഡിസൈൻ കൊടുത്തേക്കുന്നത് ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ടാണ്. ചെസ്റ്റിൻ്റെ ഭാഗത്ത് ചെസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ ഡിസൈനൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ ഞുറിഞ്ഞെടുക്കുന്നിടത്തായിട്ടാണ് ഈ ഡിസൈൻ കൊടുത്തേക്കുന്നത്. ഒരു 3 ഡിസൈൻ നമ്മൾ ഞുറിഞ്ഞെടുക്കാനായിട്ടുള്ള ഭാഗത്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും. നമ്മൾ ഞുറിഞ്ഞെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനെ നിറഞ്ഞ് മുഴുവനായിട്ട് ഇങ്ങനെ നിൽക്കും. കണ്ടില്ലേ? ഇങ്ങനെയായിരിക്കും നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴത്തേക്കിന് വരുന്നത്. നിറഞ്ഞ് നിൽക്കും. എന്താണ് ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് 3 ഡിസൈൻ കട്ട് വർക്കിൻ്റെ ഡിസൈൻ 3 കൊടുത്തിട്ടുണ്ട്. നല്ല പിന്നെ അടുത്തത് ഈ സാരിയിൽ ഡിസൈൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ ഭാഗത്ത് നമ്മൾ കുത്തുന്ന ഉടുത്ത് തുടങ്ങുന്നതിൻ്റെ അവിടെ നിന്ന് കാലിൻ്റെ അവിടെ നിന്ന് മേലോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ അടുത്ത ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ 4 ചെറിയ ഡിസൈനും മുന്താണിയിൽ 2 വലിയ ഡിസൈനും മുന്താണി ഫുള്ളായിട്ട് സ്കാലപ്പുമാണ് ചെയ്തേക്കുന്നത്. അതിന് നമ്മളിത് ഉടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും. ഫുള്ളിങ്ങനെ നല്ല നമ്മൾ ഈ സാരിക്ക് നമ്മൾ വൈറ്റ് കളറിലെ അക്കോബ പോലത്തെ ഉള്ള
ബ്ലൗസൊക്കെ ഇട്ടുവാണെങ്കിൽ നല്ല ഒരു ലുക്കായിരിക്കും. ഇത് ഉടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ റെഡി ഫോർ സെയിലാണ് ഈ സാരി വരുന്നത്. അപ്പോൾ നമ്മൾ 3000 നമ്മൾ ഈ കട്ട് വർക്കിന്. അതാണ് വലിയ കട്ട് വർക്കാണ് കൊടുത്തേക്കുന്നത്. മുന്താണിയിൽ നല്ല വിടർന്ന് നിൽക്കുന്ന പോലെ ഒരു സ്കാലപ്പ്, മുന്താണി ഫുള്ളായിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. 2 വശത്തും നമ്മൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിലിനാണ് ഇത് വെച്ചേക്കുവാണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ താഴെ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നമുക്ക് മെസ്സേജ് ചെയ്താൽ മതിയായിരിക്കും. നമ്മളിത് സെയിലിന് വെച്ചേക്കാണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3000 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു വൈറ്റ് കളറിലെ നമ്മുടെ കട്ട് വർക്കിൻ്റെ നൂലിന് ചേരുന്ന പോലെ തന്നെ ആ വൈറ്റ് കളറിലെ ബ്ലൗസ് ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ അക്കോബയിലെ ബ്ലൗസ് ഇടണം, അപ്പോൾ നല്ല ഒരു ഭംഗിയായിരിക്കും സാരി കാണാനായിട്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കട്ട് വർക്കിൻ്റെ സാരീസൊക്കെ കൊടുക്കുന്നതിനേക്കാളൊക്കെ വളരെ റേറ്റ് കുറഞ്ഞാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ മതിയായിരിക്കും. നമ്മൾ 3000 നമ്മൾ 3000 ഇതിന് പ്രൈസ് ഇടുന്നത്. നിങ്ങൾ ആവശ്യമുള്ളവർ നമ്മളെ വേഗം തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കട്ട് വർക്ക് ചെയ്യുന്ന വീഡിയോയും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ വേറെ ഒരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പിന്നെയും പറയുകയാണ്, നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ നമ്മളെ അറിയിക്കുക. ഓക്കെ. അപ്പോൾ ഇനിയൊരു അടുത്തൊരു എപ്പിസോഡിൽ ഇതുപോലെ നല്ലൊരു വർക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബായ്.